മനുജ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും ഇറാൻ ഇപ്പോൾ ഒരു പുതിയ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇറാനിലെ ഒരു ഷിയ മതപുരോഹിതനാണ് ഇത്തരത്തിലൊരു ഫത്വ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ ഇരു നേതാക്കളും മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വലിയ കലാപാഹ്വാനമായിട്ട് വേണം ഇപ്പോൾ ഈ ഫത്വയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോക മുസ്ലിങ്ങൾ ഒന്നിക്കണം, എന്നിട്ട് ഈ നേതാക്കൾ ലോക മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്നു എന്ന മുഹാരിബ് എന്നൊരു വാക്ക് വെച്ചിട്ടാണ് ഇവർ ഇതിനെ അടിവരയിടുന്നത്. കാരണം മുഹാരിബ് എന്ന് പറയുമ്പോൾ ദൈവത്തിനെതിരെ, അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു നേതാവ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തിക്കൊണ്ട് ഇസ്ലാമിനെതിരെ വലിയ രീതിയിൽ ആഞ്ഞടിക്കുന്ന ഒരു നേതാവ് എന്നൊരു അർത്ഥമാണ് അതിന് വരുന്നത്. അപ്പോൾ ഇവർ ലക്ഷ്യം വെക്കുന്നത്, ഇപ്പോൾ ഈ ഇറാൻ ഇൻഡയറക്ട്ലി ലക്ഷ്യം വെക്കുന്നത് ലോക മുസ്ലിങ്ങളെല്ലാം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ നയിക്കുന്ന രീതിയിലുള്ള കലാപങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനയിലൂടെ പുറപ്പെടുവിക്കുന്നത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. നോക്കൂ ആശിക്ക്, നമ്മൾ പല ഘട്ടങ്ങളിലായി സംസാരിച്ച എന്താണ് ഇറാന്റെ പ്രശ്നം. ഇറാന്റെ പ്രശ്നം ജൂതവിരുദ്ധതയാണ്. ആ ജൂതവിരുദ്ധത അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടവർ അതിന് ഒരു ഓമനപ്പേരിട്ട് വിളിക്കുന്നത് സൈനിസ്റ്റ് തീവ്രവാദികൾ എന്നാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇസ്രായേലിനെയും ഒക്കെ. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറുനാടൻ സ്പെഷ്യലിൽ തന്നെ അവിടെയുള്ള ഇസ്രായേൽ ഡെത്ത് ക്ലോക്കിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അതായത് ഇസ്രായേലിൻ്റെ അവസാനം 2040 25 വർഷത്തിനുള്ളിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രഖ്യാപനം ഖമേനി നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. സൈനിസ്റ്റ് തീവ്രവാദികൾ അല്ലെങ്കിൽ ജൂതന്മാർ എന്നുള്ളത് ഒരു ക്യാൻസർ ആണെന്നും അതിനെ പൂർണ്ണമായും തുടച്ചു നീക്കണമെന്നും ഡെത്ത് ടു അമേരിക്ക എന്നുമൊക്കെയാണ് ഇവരുടെ പ്രഖ്യാപനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫത്വയിലൊരു പുതുമയുള്ളതായി എനിക്ക് തോന്നുന്നില്ല. അടിസ്ഥാനപരമായി അവർ അത് എല്ലാ കാലത്തും ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധം സൃഷ്ടിക്കുക, അവർക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള അണ്വായുധ പ്രവർത്തനങ്ങൾ, അത് ഇസ്രായേലിനൊരു വലിയ പ്രതിരോധം ഉണ്ടാക്കേണ്ടതുണ്ടായിരുന്നു. അത് അവർ ചെയ്തു. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ, അതിന് അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നു. അമേരിക്ക കലാശക്കൂട്ട് അമേരിക്ക നടത്തുന്നു. പിന്നീട് സീസ് ഫെയർ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇപ്പോഴത്തെ ഘട്ടത്തിൽ പോലും ഇറാൻ്റെ പാർലമെൻറ്റോ ഇറാനോ ഒന്നും തന്നെ ആണവായുധ നിർവ്യാപന കരാറിൽ ഒപ്പിടാമെന്ന് സമ്മതിക്കാത്ത ഒരു സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നൊരു സംഭവം ആണത്. അതുകൊണ്ട് അവർ അടിസ്ഥാനപരമായി വെക്കുന്ന ജിഹാദി മൂവ്മെൻറ്റിന് അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ജൂതന്മാരുടെ അവസാനം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു പുതിയ സംഭവം അല്ല. നോക്കൂ, ഈ ഇപ്പോഴത്തെ വർഷത്ത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നത് നമ്മൾ ഈ അവസരത്തിൽ പരിശോധിക്കണം. കാര്യം ഇറാൻ ഇതുവരെയും സീസ് ഫയർ ആണെങ്കിലും അവർ ആ കരാറുകൾ എന്താണ് ഒരു യുദ്ധത്തിൻ്റെ അടിസ്ഥാനം? ഇവിടെ കരമാർഗം ഇറാനെ കയറി ആക്രമിച്ചു തങ്ങളുടെ രാജ്യത്തിലേക്ക് കീഴടക്കുക എന്നതല്ല ഇസ്രായേലിൻ്റെ ആവശ്യം. അവർക്ക് അവരുടെ സ്വത്വം സംരക്ഷണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവർക്ക് നിലനിൽക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആണവ നിർവ്യാപന കരാറിൽ ഇറാൻ ഒപ്പുവെക്കേണ്ടതുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി ഇറാൻ കുറച്ചുകൂടി സുതാര്യമായി വിഷയങ്ങളിൽ നിലപാടുകളും കാര്യങ്ങളുമായിട്ട് വരേണ്ടതുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിനെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്യിപ്പിക്കുന്ന, പക്ഷേ ഇതൊന്നും ഇറാൻ തയ്യാറല്ല. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഇസ്രായേൽ കൂടുതൽ ആക്രമണത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. മാത്രമല്ല ഈ ഘട്ടത്തിൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഗസയിലും ഈ പറഞ്ഞതുപോലെ ആക്രമണം കഴിപ്പിക്കുകയാണ് ഇസ്രായേൽ. അവിടെ ഹമാസിൻ്റെ മുൻനിര നേതാക്കന്മാരിൽ ഒരാളെയും കൂടി ഇന്നലെ കൊലപാതകം നടത്തുന്ന ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ബന്ധി മോചനം ഉടൻ വേണമെന്നും അമേരിക്ക പറഞ്ഞു. ഞാനിത് പറയാനുള്ള സാഹചര്യം, അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ആ ചങ്ങാത്തം പൂർണ്ണമായ അർത്ഥത്തിൽ ഇപ്പോഴും നിൽക്കുന്നു. ആ അലയൻസ് അവിടെ സ്ട്രോങ് ആണ്. ഈ അലയൻസിനെ ബ്രേക്ക് ചെയ്യാൻ ഇറാൻ ഇനി എന്ത് വിചാരിച്ചാലും, അതെത്ര ഫത്വ ഇറക്കിയാലും, എത്ര ഇതുണ്ടാക്കിയാലും അതിന് സാധിക്കില്ല എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒക്കെ ഇവർ മാറ്റി എന്നൊക്കെയാണ് ഇവർ അവകാശവാദം. നോക്കൂ, ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം കയ്യിൽ കിട്ടിയ ഒരു മുഴുവൻ തേങ്ങ കയ്യിൽ കിട്ടിയ പട്ടിയെപ്പോലെ ഇരിക്കും. കാര്യം ഇതിനൊരു ഈ സെൻട്രിഫ്യൂജുകൾ ഇത് നിർമ്മിച്ച് സമ്പുഷ്ടീകരിച്ച് അതിനൊരു സിസ്റ്റത്തിലേക്ക്, അല്ലെങ്കിൽ ഇവർ പ്രതീക്ഷിക്കുന്ന ഒരു തരത്തിലേക്ക് ആണവ ഊർജം ആണവായുധങ്ങളെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ധാരാളം പരീക്ഷണങ്ങളും അതിനുള്ളൊരു പശ്ചാത്തലവും ഇതിന് ഈ ബില്യൺസ് ഡോളേഴ്സ് ചിലവ് വരുന്ന ഈ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവണം. അപ്പോൾ ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ട സാഹചര്യത്തിൽ ഇനി സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റിയാൽ തന്നെ ഇറാൻ്റെ ആണവ പദ്ധതികളെല്ലാം തന്നെ ഒരു 20-25 വർഷം പുറകിലേക്ക് കൊണ്ടുപോകാൻ ഇസ്രായേലിന് സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഫത്വ ഇറക്കുന്നവരൊക്കെ ഒരു സൈഡിൽ അത് ഇറക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
പക്ഷേ ഇവിടെ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റു ലോകരാജ്യങ്ങൾ ആരും തയ്യാറാവുന്നില്ല. കാരണം ഇസ്രായേലിന്റെ ഭാഗത്താണ് ശരി, അല്ലെങ്കിൽ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് തീവ്രവാദി സംഘടനകളുണ്ട്. ആ സംഘടനകൾക്കൊക്കെ ഇറാൻ ഫണ്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു എന്ന് നേരിട്ട് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇറാനുള്ള സപ്പോർട്ട് കുറയുകയാണ്. അപ്പോൾ ചെയ്യുന്ന ഓരോരോ തത്രപ്പാടുകളാണ് എന്ന് വേണം ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ. കാരണം ഇവർ പറയുന്നത് ഈ ലോക മുസ്ലിങ്ങൾ നെതന്യാഹുവിനെയോ അല്ലെങ്കിൽ ട്രംപിനെയോ സപ്പോർട്ട് ചെയ്താൽ അവർ അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളായി മാറും. അതുകൊണ്ട് തന്നെ അത് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങുക. അതിലൂടെ നിങ്ങൾക്ക് വരുന്ന ഏതൊരു നഷ്ടവും അത് ഇസ്ലാമിക വിധി പ്രകാരം അല്ലെങ്കിൽ മതത്തിന് വേണ്ടി നിങ്ങളത് ത്യജിച്ച പോലെയാണ്. അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ദൈവം തരും എന്ന രീതിയിലൊക്കെയാണ് ഇവർ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. പ്രത്യക്ഷത്തിൽ പറയുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെയും വലിയ രീതിയിൽ ഇറാനെ സപ്പോർട്ടാക്കി മാറ്റുക. പക്ഷെ അതൊന്നും പോസിബിൾ അല്ല. നോക്കൂ, GCC കൺട്രികളൊന്നും തന്നെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതല്ല. ഒന്ന് പ്രധാനമായും ഇസ്ലാമിൽ നിൽക്കുന്ന സെക്ടേറിയനിസമാണ്. ഷിയ സുന്നി എന്ന് പറയുന്ന സെക്ടേറിയനിസം ഉണ്ട്. ആ മിഡിൽ ഈസ്റ്റിലെ ഗുണ്ടയാണ് ഇറാൻ എന്ന് പറയുന്നത്. അവരൊരു തരത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിലെ മുസ്ലിങ്ങളെല്ലാം അങ്ങനെ എന്തെങ്കിലും മതത്തിൻ്റെ പേരും പറഞ്ഞ് സ്വാധീനിച്ച് അവിടെ കൊണ്ടുവന്ന് പാളയത്തിൽ പടയൊരുക്കാമെന്നുള്ള ഇറാൻ്റെ മോഹങ്ങളൊക്കെ വെറുതെയാണ്. പക്ഷേ ഇസ്രായേലിനെതിരെ ചിന്തിക്കുന്ന, അല്ല ഹമാസ് പറഞ്ഞ പോലെ സ്വാതന്ത്ര്യ സമര പോരാളികളെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ഗസയിലേക്കാൾ കൂടുതൽ, ഇറാനേക്കാൾ കൂടുതൽ ചിലപ്പോൾ കേരളത്തിലുണ്ടായിരിക്കും. അതുകൊണ്ട് അവർക്കൊക്കെ വലിയ സന്തോഷമൊക്കെ ഉണ്ടാകും ഫത്വ പുറപ്പെടുവിച്ചല്ലോ എന്നോർത്തുകൊണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് അഷീഖ്, ആത്യന്തികമായി ഈ GCC കൺട്രീസിലെല്ലാം തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ സൗദി ആയിക്കൊള്ളട്ടെ, കുവൈറ്റ് ആയിക്കൊള്ളട്ടെ, ഒമാൻ ആയിക്കൊള്ളട്ടെ, ബഹ്റിൻ ആയിക്കൊള്ളട്ടെ, ഇവിടെ എല്ലാം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മതവും ഈ പറഞ്ഞതുപോലെ സാമൂഹിക അന്തരീക്ഷവും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിനെ രണ്ടായിട്ട് തന്നെ കൺസിഡർ ചെയ്യുകയും, നമുക്കറിയാം ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ ആളുകൾ വന്ന് കുടിയേറി പാർത്ത് വിഭിന്ന സംസ്കാരങ്ങളുള്ള ഒരു പ്രദേശത്ത് അതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട് വരുന്നൊരു എക്കോണമി, ആ എക്കോണമിയിൽ വളർച്ച പ്രാപിക്കുന്ന രാജ്യത്തിൻ്റെ GDP, ഇങ്ങനെ ഒരു വലിയ ഇതൊരു ചെയിനാണ്. ഈ ചെയിൻ ഓഫ് ആക്ഷൻസിനിടയ്ക്ക് നിങ്ങൾ ഒരു മതത്തിൻ്റെ ഫത്വ കൊണ്ടുവന്നിറക്കിയാലൊന്നും അത് ഈ മറ്റ് രാഷ്ട്രങ്ങളെയൊന്നും സ്വാധീനിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാവുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരതിനെ ഉൾക്കൊള്ളുന്നില്ല. ഉൾക്കൊള്ളുന്നവരുണ്ടാകാം, തീവ്രമായി ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷെ അതിനൊന്നും മുന്നിൽ, ഈ ഫത്വയ്ക്കൊന്നും മുന്നിൽ അതിന് ഇസ്രായേൽ പേടിച്ച് വിറയ്ക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇസ്രായേൽ ചെയ്യുന്ന എല്ലാം നമുക്കതിനെ നീതീകരിക്കാനാവുന്നതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇവിടെ ഈ വിഷയത്തിൽ അതിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് തന്നെയാണ് ശരിയുള്ളത്. അതുകൊണ്ട് ഫത്വ ഇറക്കി ആളെ കൊന്നു കളയാമെന്നുള്ള ഖമേനിയുടെ സ്വപ്നമൊക്കെ ബങ്കറിൽ വെച്ചാൽ മതിയെന്നേ പറയാൻ പറ്റും.